വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ചെറുപ്പക്കാർക്ക് വോട്ട് ചെയ്യാൻ മടി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യാനുമുള്ള ചെറുപ്പക്കാരിലെ വിമുഖതയുടെ കാരണം കേരളം പരിശോധിക്കും. സർക്കാർ ഏജൻസിയെ ഉപയോഗിച്ച് നടത്തുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധവൽക്കരണം നടത്തി മുഴുവൻ ചെറുപ്പക്കാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. 2011 സെൻസസിന് ആനുപാതികമായി നിലവിലെ ജനസംഖ്യ 3,60,63,000 എന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 18-19 പ്രായത്തിലുള്ള 2,96,552 പേരാണ് വോട്ടർ പട്ടികയിലുള്ളത്. 20-29 പ്രായത്തിലുള്ളവർ 15.62%. ചെറുപ്പക്കാരിൽ പലരും പട്ടികയിൽ പേരും ചേർക്കുന്നില്ല. ചേർത്താലും വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടാറുമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പരമാവധി പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കുകയാണ് ലക്ഷ്യമെന്ന് സിഇഒ പറഞ്ഞു. റേഷന് പകരം പണം, മസ്റ്ററിംഗിൽ ആശങ്കപ്പെട്ട് കേരളം. കേന്ദ്ര സർക്കാർ നിർബന്ധത്തിന് വഴങ്ങി റേഷൻ മസ്റ്ററിംഗ് നടത്തിയെങ്കിലും ഭക്ഷ്യവിഹിതത്തിൽ ആശങ്കപ്പെട്ട് കേരളം. ഗുണഭോക്താക്കളുടെ KYC നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കില്ലെന്നതാണ് കേന്ദ്രം നൽകിയിട്ടുള്ള സൂചന. ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിന് പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്ന പദ്ധതി അണിയറയിൽ ഉണ്ടെന്നാണ് കേരളത്തിനെ അലട്ടുന്ന പ്രശ്നം. ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ ചുരുങ്ങും. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത്. BPL വിഭാഗത്തിൽ 6 ലക്ഷവും മുൻഗണനാ വിഭാഗത്തിൽ 32 ലക്ഷവുമാണ് കേരളത്തിലെ റേഷൻ ഗുണഭോക്താക്കൾ. ഇതിൽ 95% മസ്റ്ററിംഗ് പൂർത്തിയായി. മറ്റു സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ കഴിഞ്ഞ ഡിസംബർ 31 എന്നത് മാർച്ച് 31 വരെ നീട്ടുമെന്നാണ് പ്രതീക്ഷ. മസ്റ്ററിംഗ് നിർബന്ധമായതിനാൽ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കാനിടയില്ല. മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ പാരിതോഷികം പ്രഖ്യാപിച്ച് സർക്കാർ. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നവരെക്കുറിച്ച് വിവരമറിയിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് സർക്കാർ. മാലിന്യം വലിച്ചെറിയുന്നവരുടെ ഫോട്ടോയോ വീഡിയോയോ പൊതുജനങ്ങൾക്ക് 9446700800 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം. ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ ആവണം ഇത് അയക്കേണ്ടത്. ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് 10,000 രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ 2,500 രൂപ വിവരമറിയിച്ച ആളിന് ലഭിക്കുമെന്ന് തദ്ദേശ ഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഈ സൗകര്യം ഉപയോഗിച്ച് നിയമലംഘകരെ കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ബാംഗ്ലൂരിനും തമിഴ്നാടിനും പിന്നാലെ കേരളത്തിലും HMPV കേസുകളെന്ന് സൂചന. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് 10-ലധികം പേരെ രോഗലക്ഷണങ്ങളുമായി അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടവുമായി ISRO. ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ആം ബഹിരാകാശത്ത് പ്രവർത്തനക്ഷമമായതായി ISRO. ബഹിരാകാശ റോബോട്ടിക്സിൽ രാജ്യത്ത് അഭിമാനകരമായ നാഴികക്കല്ലാണിത്. VSSയുടെ ക്രോപ്സ് ദൗത്യത്തിന്റെ ഭാഗമായി 4 ദിവസം കൊണ്ട് ബഹിരാകാശത്ത് പയർ വിത്തുകൾ വിജയകരമായി മുളപ്പിച്ചതായും ISRO അറിയിച്ചു. ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. വികസനത്തിന്റെ സ്വാദ് എല്ലാവരും അനുഭവിക്കണമെന്നും എല്ലാവരും അതിന്റെ രുചി അറിയണമെങ്കിൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസനമായിരിക്കണം നടപ്പിലാക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരം ശ്രീകാര്യത്ത് മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീകാര്യത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തലസ്ഥാന നഗരിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ലൈറ്റ് മെട്രോ പദ്ധതി. അത്തരമൊരു പദ്ധതി നടപ്പിലാകുമ്പോൾ അതിൽ ശ്രീകാര്യത്തിന് പ്രധാന പങ്കുണ്ടാവും. ഇപ്പോൾ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നാടിന്റെ എല്ലാ ഭാഗത്തും ജനങ്ങൾക്കിടയിൽ വലിയ സന്തോഷം കാണാം. ഇത്തരം പദ്ധതികൾ നാടിന്റെ വികസനത്തിന് ആവശ്യമാണെന്നും ഇങ്ങനെയുള്ള പദ്ധതിയിലൂടെയാണ് നാട് കാലത്തിന് യോജിച്ച രീതിയിൽ വളരുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, GR അനിൽ, V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ MLA, ഡെപ്യൂട്ടി മേയർ PK രാജു തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലെ ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി KPCC അറിയിച്ചു. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA,
KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ മുൻ MP, രാഷ്ട്രീയ കാര്യസമിതി അംഗം സണ്ണി ജോസഫ് MLA, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. NM വിജയന്റെ മരണത്തിൽ പ്രതികരണവുമായി നേതാക്കൾ. പുറത്തുവന്നത് ആത്മഹത്യാക്കുറിപ്പാണോ എന്ന് സംശയമുണ്ടെന്നും CPM രാഷ്ട്രീയം കളിക്കുകയാണെന്നും IC ബാലകൃഷ്ണൻ സത്യസന്ധനായ നേതാവാണെന്നും കോൺഗ്രസിനെ കരിവാരി തേക്കാനുള്ള CPM ശ്രമമാണ് നടക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കത്ത് വായിച്ചിട്ടില്ലെന്നും പുറത്തുവന്ന വിവരങ്ങൾ ഗൗരവകരമെന്നും പരിശോധിച്ച് തെറ്റുകാരനാണെന്ന് കണ്ടാൽ ഏത് കൊമ്പനെതിരെയും നടപടി ഉണ്ടാകുമെന്നും K സുധാകരൻ ഉറപ്പു നൽകി. ജലവിതരണം മുടങ്ങും. തിരുവനന്തപുരം പടിഞ്ഞാറേനട കൊത്തളം റോഡിലെ വാഴപ്പള്ളി ജംഗ്ഷന് സമീപം വാട്ടർ അതോറിറ്റിയുടെ 700 mm വ്യാസമുള്ള പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കുന്നതിനായുള്ള ജോലികൾ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ ജനുവരി 10 വെള്ളി രാവിലെ 8 മണി മുതൽ ജനുവരി 12 ഞായർ രാവിലെ 8 മണി വരെ ശ്രീവരാഹം, ഫോർട്ട്, ചാല, വള്ളക്കടവ്, പെരുന്താന്നി, കമലേശ്വരം എന്നീ വാർഡുകളിൽ പൂർണ്ണമായും, തമ്പാനൂർ, പാൽക്കുളങ്ങര, ശംഖുമുഖം, മുട്ടത്തറ, ആറ്റുകാൽ, അമ്പലത്തറ, കളിപ്പാൻകുളം, വലിയതുറ, കുര്യാത്തി, മണക്കാട്, ചാക്ക, ശ്രീകണ്ഠേശ്വരം, വലിയശാല എന്നിവിടങ്ങളിൽ ഭാഗികമായും ശുദ്ധജല വിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. വർഷങ്ങളായി അടച്ചിട്ടിരുന്ന വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നും അസ്ഥികൾ കണ്ടെത്തി. എറണാകുളം ചോറ്റാനിക്കരയിൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ നിന്നുമാണ് അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തിയത്. ചോറ്റാനിക്കര എരുമേലിയിലെ അടഞ്ഞുകിടന്ന മംഗലശ്ശേരി വീട്ടിനുള്ളിലാണ് 3 കിറ്റുകളിലായി അസ്ഥികൂടം കണ്ടെത്തിയത്. കൈവിരലുകൾ, കാൽവിരലുകൾ, തലയോട്ടി എന്നിവ പ്രത്യേകമായി പൊതിഞ്ഞാണ് കിറ്റുകളിലാക്കിയിരിക്കുന്നത്. പുതുവത്സരത്തോടനുബന്ധിച്ച് ഈ വീട്ടിൽ സാമൂഹ്യ വിരുദ്ധർ മദ്യപാനം നടത്തിയതായും പരാതി ഉയരുന്നുണ്ട്. എറണാകുളത്ത് സ്വകാര്യ ക്ലിനിക് നടത്തുന്ന ഡോക്ടർ ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വീട്. മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് ക്രമീകരിക്കുന്ന രീതിയിലാണ് അസ്ഥികൂടം സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടുകാരുടെയും പഞ്ചായത്ത് മെമ്പറുടെയും പരാതിയെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. അസ്ഥികൾ മനുഷ്യന്റേത് തന്നെയാണെന്നും ഏറെ നാളത്തെ പഴക്കമുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇതിന് 20 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് നിലവിലെ നിഗമനം. PV അൻവർ ജയിൽ മോചിതനായി. നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ ഓഫീസിന്റെ പൂട്ടുപൊളിച്ചകത്തു കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന കേസിൽ അൻവറിനെയും അക്രമം നടത്തിയ മറ്റു 4 പേരെയും ഞായറാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായ PV അൻവർ MLA പൊതുസമൂഹവും UDF നേതാക്കളും നൽകിയ ധാർമ്മിക പിന്തുണ തനിക്ക് ആശ്വാസം നൽകിയെന്നും പ്രതികരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും KPCC പ്രസിഡന്റ് K സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും പേരെടുത്തു പറഞ്ഞ് അൻവർ നന്ദി പ്രകാശിപ്പിച്ചു. അതേസമയം അൻവറിനെതിരെ നടന്നത് പ്രതികാര നടപടിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. PV അൻവറിനെതിരെ ഉണ്ടായത് പ്രതികാര നടപടിയെന്നും വലിയ പോലീസ് സന്നാഹത്തോടെ അറസ്റ്റ് ചെയ്തത് തെറ്റായ രീതിയാണ്. വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു. ജനകീയ വിഷയം ഉയർത്തുമ്പോൾ ജനപ്രതിനിധിക്കെതിരെ ക്രിമിനലിനു സമാനമായ നടപടി ഉണ്ടാകുന്നത് ശരിയല്ല. പ്രതിപക്ഷത്തെ ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഭരണപക്ഷത്താണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. അൻവറിന്റെ പ്രവേശനത്തിൽ UDF നേതാക്കൾ തമ്മിൽ ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക തീരുമാനമുണ്ടായിട്ടില്ല. അടുത്ത UDF യോഗത്തിൽ ചർച്ച ചെയ്യും. അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നേപ്പാളിനെയും ടിബറ്റിനെയും വിറപ്പിച്ച് വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 45 പേർ മരിച്ചതായി റിപ്പോർട്ട്. ബീഹാർ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഭവത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. നേപ്പാളിലെ ലംബോച്ചയിൽ നിന്നും 93 കിലോമീറ്റർ അകലെ ടിബറ്റൻ പ്രദേശത്താണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. രാവിലെ മഞ്ഞൾ വെള്ളം കുടിക്കുന്നതിന്റെ ഗുണങ്ങൾ. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമാണ് മഞ്ഞൾ. ഇവയിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിന് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ്, ആന്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട്. അതിനാൽ തന്നെ മഞ്ഞൾ ചേർത്ത വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. മഞ്ഞൾ ചേർത്ത വെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് ആർത്രൈറ്റിസ് മൂലമുള്ള ലക്ഷണങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. രാവിലെ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് ദഹനക്കേട്, നെഞ്ചെരിച്ചിൽ, ഗ്യാസ് കെട്ടി വയർ വീർത്തിരിക്കുക തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കും. ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും.
ഓർമ്മശക്തി കൂട്ടാനും തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും മഞ്ഞളിലെ കുർക്കുമിൻ സഹായിക്കുന്നു. കൂടാതെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഇവ നല്ലതാണ്. വണ്ണം കുറയ്ക്കാനും മഞ്ഞൾ ഫലപ്രദമാണ്. കൊഴുപ്പ് കത്തിച്ചു കളയാൻ ഇവയ്ക്ക് കഴിവുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും വളരെ ഗുണം ചെയ്യും. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.